one side, there is the Prime Minister and the RSS who say one nation, one leader, one language. On the other side, there is the idea of India. ഒരു വശത്ത് ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു ദേശം എന്ന് പറയുന്ന ആർഎസ്എസും പ്രധാനമന്ത്രിയുമുണ്ട്. മറുവശത്ത് ഇന്ത്യ എന്ന ആശയമാണുള്ളത്. Saying that there should be only one language in India is an insult to every Kerala. ഈ രാജ്യത്ത് ഒരേ ഒരു ഭാഷ മാത്രമേ, ഇന്ത്യയിൽ ഒരേ ഒരു ഭാഷ മാത്രമേ ഉണ്ടാവൂ എന്ന് പറയുന്നത് ഓരോ മലയാളിക്കും ഒരു അപമാനമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Malayalam is not just a language, it is a culture, a way of life, it is history, it is respect, it is all these things. മലയാളം എന്ന് പറയുന്നത് കേവലം ഒരു ഭാഷ മാത്രമല്ല, അത് ചരിത്രമാണ്, സംസ്കാരമാണ്, ഒരു ജീവിത ശൈലിയാണ്, ബഹുമാനമാണ്. ഇതെല്ലാം ചേർന്നതാണ് മലയാളം എന്ന ഭാഷ. And any Indian person who says one language, one history, one culture does not understand India. ആരാണോ പറയുന്നത് ഈ രാജ്യത്ത് ഒരു ഭാഷ മതി, ഒരു ചരിത്രം മതി, ഒരു സംസ്കാരം മതി എന്ന് പറയുന്ന ഒരാളും ഈ രാജ്യത്തെ മനസ്സിലാക്കുന്നില്ല. Because there are many histories in India, many languages in India, many religions in India, many ideas in India that are all helping build this country. കാരണം ഈ രാജ്യത്ത് പല പല ഭാഷകളുണ്ട്, പല പല സംസ്കാരങ്ങളുണ്ട്, പല പല ചരിത്രങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നാണ് ഈ രാജ്യത്തെ നിർമ്മിക്കുന്നതിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. To impose one idea, one language, one leader on this country is an insult to every single Indian. ഈ രാജ്യത്തിന്റെ മേൽ, ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മേൽ ഒരു ഭാഷയും ഒരു ആശയവും ഒരു നേതാവിനെയും അടിച്ചേൽപ്പിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള അപമാനമാണ്. There are millions of leaders in India in every sphere of life. ഈ രാജ്യത്തെ ഓരോ മേഖലയിലും ലക്ഷക്കണക്കിന് നേതാക്കൾ നമ്മുടെ രാജ്യത്തുണ്ട്. They make this country great. ഈ രാജ്യത്തെ മഹത്താക്കുന്നത് ഈ പല പല മേഖലകളിൽ ഉള്ള അനേകം നേതാക്കളാണ്. And so that is the fight. They want to get rid of the constitution, they want to get rid of the democratic process so they can crush all other ideas. ഇവിടെ അതാണ് ഈ പോരാട്ടം, അതാണ് ബിജെപിയും ആർഎസ്എസും ഈ രാജ്യത്തെ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെതിരെയാണ് ഈ പോരാട്ടം ഇവിടെ നടക്കുന്നത്. Why should Kerala be ruled from Nagpur? Who are they? എന്തിനാണ് കേരളത്തെ നാഗ്പൂരിൽ നിന്ന് ഭരിക്കുന്നത്? നാഗ്പൂരിൽ നിന്ന് കേരളത്തെ ഭരിക്കാൻ അവർ ആരാണ്? Kerala should be ruled from here, from the streets, from the villages of Kerala. കേരളത്തിലെ തെരുവുകളിൽ നിന്നുള്ള ആളുകളാണ്, കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കേരളത്തെ ഭരിക്കേണ്ടത്. നാഗ്പൂരിൽ നിന്നുള്ള ആളുകളല്ല കേരളത്തെ ഭരിക്കേണ്ടത്. And in fact that is what the people of Kerala have taught India. അതാണ് കേരളത്തിലെ ജനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. That the closer the government is to the grassroots, the closer the government is to the people, the more effective. കേരളത്തിലെ ജനങ്ങൾ ഈ രാജ്യത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. എത്രമാത്രം ഭരണകൂടം താഴെ തട്ടിലോട്ട് അടുത്ത് നിൽക്കുന്നു, അത്രമാത്രം ഭരണകൂടം കാര്യക്ഷമവും ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നതുമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ഇന്ത്യക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. When you give education to the people directly, you let them make choices, they will make the right choices. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം, the people directly, you let them make choices, they will make the right choices. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം, ജനങ്ങളെ പ്രാപ്തരാക്കാൻ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ സാധിക്കുന്നു. How does Delhi know what a school in Kerala should be about? കേരളത്തിലെ ഒരു സ്കൂൾ എന്താണെന്ന് ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് ഡൽഹിക്ക് എങ്ങനെ അറിയാം? ഡൽഹിക്ക് എങ്ങനെ തീരുമാനിക്കാൻ സാധിക്കും? How does Delhi know what the people of Kerala want? കേരളത്തിലെ ജനങ്ങൾക്ക്, മലയാളികൾക്ക് എന്ത് വേണമെന്ന് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് അവർക്ക് എങ്ങനെ തീരുമാനിക്കാനോ അറിയാനും കഴിയും? So this is the ideology, brother. This is the hello boss. There is some issue. Okay, he's okay. Is he okay? What has happened? Okay. क्या हो गया? Are you okay? Okay. No problem. Sorry. So that is the fight that is taking place at the national level. ദേശീയ തലത്തിൽ ഈ പോരാട്ടമാണ് ദേശീയ തലത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. There is no need for Indian people to disrespect each other.
ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരസ്പരം ബഹുമാനിക്കാതിരിക്കാനുള്ള യാതൊരു ആവശ്യവുമില്ല, യാതൊരു കാരണവുമില്ല. To hate each other. മറ്റുള്ളവരെ വെറുക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരസ്പരം വെറുക്കാനുള്ള ഒരു കാരണവും ഈ രാജ്യത്തില്ല. To fight with each other. പരസ്പരം പോരാടാനുള്ള ഒരു കാരണവും ഈ രാജ്യത്തില്ല. The country can be great only if it is united and working together. ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് മഹത്തായി മുൻപോട്ട് പോകാനും നിലനിൽക്കാനും സാധിക്കുകയുള്ളൂ. There are also local issues in Wayanad. വയനാട്ടിലെ പ്രാദേശിക പ്രശ്നങ്ങളുമുണ്ട്. People are struggling here for 2 or 3 big reasons. 2 or 3 പ്രധാന കാരണങ്ങൾ കൊണ്ട് വയനാട്ടിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്ന് എനിക്കറിയാം. Human animal conflict. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം. I recently went and saw the family of a person who was killed by an elephant. ആന കൊന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ഈയിടെ പോവുകയുണ്ടായി. Night travel ban. രാത്രി യാത്രാ നിരോധനം. And also the medical college. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ മെഡിക്കൽ കോളേജ്. Now I don't understand why it is so difficult for the state government to deliver a medical college to Wayanad. എനിക്ക് മനസ്സിലാകുന്നില്ല, കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജ് കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. Look, this is not, I don't understand, this is not a political issue. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. This is not an issue where one party should be fighting the other party. This is the people's issue. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയും മറ്റു രാഷ്ട്രീയ പാർട്ടിയും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല, ഇത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ്. There is no ideology over here. ഇവിടെ ഒരു പ്രത്യയശാസ്ത്രപരമായ പോരാട്ടവും പ്രശ്നവും ഇവിടെ ഇല്ല. You ask any LDF worker in Wayanad whether there should be a medical college, he will say yes. ഈ വയനാട്ടിലെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ LDF പ്രവർത്തകനോടോ പ്രവർത്തകയോടോ നിങ്ങൾ ചോദിക്കൂ വയനാട്ടിൽ മെഡിക്കൽ കോളേജ് വേണമെന്ന്, ആ വ്യക്തി പറയും അതെ വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് വേണം. You ask the same question to any UDF worker, he will also say yes. അതേ ചോദ്യം തന്നെ വയനാട്ടിലെ ഏതെങ്കിലും ഒരു UDF പ്രവർത്തകനോടോ പ്രവർത്തകയോടോ ചോദിക്കൂ, അവര് ഉത്തരം പറയും അതെ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വേണം. I have written letters to the chief minister. ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ധാരാളം കത്തുകൾ എഴുതിയിട്ടുണ്ട്. And I don't understand why they just don't do it. It just delays and delays and delays. One excuse after the other excuse after the third excuse. ഓരോ ഒഴികഴിവ് പറഞ്ഞുകൊണ്ട് അവർ എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാകാത്തത്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. I think the UDF will have to come to power in Kerala before this medical college is done. ഞാനിപ്പോ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വയനാട്ടിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വരണമെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. The night travel ban and the man-animal and the human-animal conflict is a complicated issue. രാത്രി യാത്രാ നിരോധനം, അതുപോലെ തന്നെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം, ഇത് രണ്ടും സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ്. But we are absolutely committed to making sure that these 2 issues are resolved. ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കുക, ഈ 2 പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞങ്ങൾ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. I am not going to stop until these 2 issues are resolved. ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് വരെ ഞാൻ എന്റെ ശ്രമങ്ങൾ നിർത്താൻ പോകുന്നില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. The problem is that we don't have a government in Delhi right now and we don't have a government in Kerala. നിങ്ങൾക്കറിയാവോ നമ്മളുടെ പ്രശ്നം എന്താണെന്ന്? നമ്മൾക്ക് കേന്ദ്രത്തിലും ഗവൺമെന്റ് അധികാരത്തിലില്ല, കേരളത്തിലും നമുക്ക് ഗവൺമെന്റ് അധികാരത്തിലില്ല. So these are the issues that we are fighting for. I am really thankful for the love and affection that the people of Wayanad have given me from the day I arrived here. ഈ പ്രശ്നങ്ങളാണ് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും, ഞാൻ വയനാട്ടിൽ കാലുകുത്തിയ അന്നു മുതൽ ഇന്ന് വരെ നിങ്ങൾ ഓരോരുത്തരും എന്നോട് പ്രകടിപ്പിക്കുന്ന ഈ സ്നേഹത്തിന് ഞാൻ എന്നും നിങ്ങളോട് വളരെയധികം നന്ദിയുള്ളവനാണെന്ന് പറയുന്നു. And my relationship with the people of Wayanad is a loving and affectionate relationship. എനിക്ക് വയനാട്ടിലെ ജനങ്ങളോട്, നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ബന്ധം സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ ഒരു ബന്ധമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It's like you are like my family. നിങ്ങൾ എല്ലാവരും വയനാട്ടിലെ ഓരോരുത്തരും എൻ്റെ കുടുംബം പോലെയാണ്. So inside in the family there are people who might have different political ideas. ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളും ആശയങ്ങളുമുള്ള ആളുകൾ ഉണ്ടാവാം. I am sure there are some people here from the LDF. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ LDF-ൽ പെട്ട കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. And many people from the UDF. UDF-ലെ ആളുകളോടൊപ്പം തന്നെ LDF-ൽ പെട്ടവരും ഉണ്ടെന്ന് എനിക്കറിയാം. For me, you are all my family members.
നിങ്ങൾ എല്ലാവരും, നിങ്ങൾ LDF-കാരായാലും UDF-കാരായാലും, if I meet a LDF person, I might say I don't agree with your ideology. നിങ്ങൾ എല്ലാവരും എന്റെ കുടുംബത്തിലെ ആളുകളാണ്. ഒരു പക്ഷേ ഒരു LDF പ്രവർത്തകന്റെ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോട്, ആശയത്തോട് യോജിക്കുന്നില്ല. And I will discuss why our ideology is better than yours. ഞാൻ ആ ആളിനോട് പറയും, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെക്കാൾ, ആശയത്തെക്കാളും എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഐഡിയോളജി, ആശയം മെച്ചപ്പെട്ടതാണെന്ന് ഞാൻ ആ വ്യക്തിയോട് പറയും. But that does not mean that I will mistreat you or be rude to you or fight with you. അതിന്റെ അർത്ഥം ഞങ്ങളുടെ ആശയം നിങ്ങളുടെ ആശയത്തെക്കാൾ മെച്ചമാണെന്ന് ആ വ്യക്തിയോട് ഞാൻ പറയും. അതിന്റെ അർത്ഥം ആ വ്യക്തിയോട് ഞാൻ ഒരിക്കലും അപമര്യാദയായി പെരുമാറില്ല, ആ വ്യക്തിയോട് മര്യാദകേടോടായി ഞാൻ പെരുമാറുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. And if I talk to you, I will always talk to you with respect. ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് ബഹുമാനത്തോട് തന്നെ സംസാരിക്കും. Because you are also my family member. കാരണം എല്ലാവരും, നിങ്ങളും LDF-ൽപ്പെട്ടവരും UDF-ൽപ്പെട്ടവരെ പോലെ തന്നെ എന്റെ കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ബഹുമാനത്തോടു കൂടി മാത്രം സംസാരിക്കും. So thank you very much once again. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. I look forward to seeing you again soon. നിങ്ങളെ എല്ലാവരെയും വീണ്ടും കാണുന്നതിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ്. നന്ദി. Also all the UDF workers who are working really hard in the election, all the UDF leaders, I'd like to thank you very much. ഈ ഇലക്ഷന് തെരഞ്ഞെടുപ്പിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ UDF-ന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളോടും പ്രവർത്തകരോടും എന്റെ നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Nandri. നന്ദി.